ഗിരിപ്രഭാഷണം ഒരു പഠനം. മത്തായി 5-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ദൈവീയ ഭരണത്തിന് വിധേയപ്പെട്ട് ഒരു പ്രത്യേക ജനവും രാജ്യവും ആയിരിക്കാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് അബ്രഹാമിൻ്റെ വാഗ്ദത്ത സന്തതികളായ യഹൂദന്മാർ. ദൈവം തൻ്റെ ബലമുള്ള ഭുജത്താൽ മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്നും അവരെ വിടുവിച്ചു. വാഗ്ദത്ത ദേശമായ കനാനിലേക്കുള്ള യാത്രാമധ്യേ അവർ കടന്നു ചെല്ലുന്ന ദേശത്തനുസരിച്ച് നടക്കേണ്ടതിനുള്ള ചട്ടങ്ങളും വിധികളും തൻ്റെ ദാസനായ മോശയിൽ കൂടി ദൈവം അവർക്ക് നൽകി. ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണമെന്ന് അവരോട് കൽപ്പിച്ചു. ഈ കൽപ്പനകൾ ചുരുളുകളായി അവരുടെ ആലയത്തിൽ സൂക്ഷിക്കുകയും വായിച്ചു കേൾക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു പോന്നു. ഇവ അനുസരിക്കുന്നത് അവർക്ക് അനുഗ്രഹവും ത്യജിക്കുന്നത് അവർക്ക് ശാപവുമായിരിക്കുമെന്ന് ദൈവം അവരോട് കൽപ്പിച്ചു. മോശയാൽ എഴുതപ്പെട്ട ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള പഞ്ചഗ്രന്ഥങ്ങളാണ് അവരുടെ ന്യായപ്രമാണം. കാലക്രമേണ അവർ ദൈവീയ കൽപ്പനകൾ ത്യജിച്ച് വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞു. ദൈവം തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ അയച്ച് ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകൾ അവരെ ഓർമ്മിപ്പിക്കുകയും മടങ്ങി വരാതിരുന്നാലുള്ള ന്യായവിധിയെക്കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഈ മുന്നറിയിപ്പുകളെ അവഗണിച്ച് അവർ മടങ്ങി വരാതിരുന്നതിനാൽ വടക്കേ രാജ്യമായ ഇസ്രയേൽ BC 722 അശൂരിന് അടിമകളാകുകയും തെക്കേ രാജ്യമായ യഹൂദ BC 586 ബാബിലോണിൻ്റെ അടിമത്തത്തിൽ ആകുകയും ചെയ്തു. ബാബിലോണിയ ആക്രമണത്തിൽ അവർക്ക് തങ്ങളുടെ ആലയവും വിശുദ്ധ വസ്തുക്കളും നഷ്ടപ്പെട്ടു. ദീർഘവർഷം അടിമകളായി ജാതിയുടെ ഇടയിൽ ചിതറിപ്പാർത്ത അവരുടെ ഇടയിൽ തങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളും നിയമങ്ങളും വാമൊഴിയായി പ്രചരിച്ചിരുന്നു. വാമൊഴിയായി പ്രചരിച്ചിരുന്ന ഈ ആചാരാനുഷ്ഠാനങ്ങളും നിയമങ്ങളും ക്രോഡീകരിച്ച് മിഷ്ന എന്ന ഗ്രന്ഥം BC 3-ാം നൂറ്റാണ്ടിൽ പ്രസിദ്ധീകരിച്ചു. തുടർന്ന് യഹൂദ ഗുരുക്കന്മാരുടെയും മതപണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ച് 6 ഡിവിഷനിലായി മിഷ്നയുടെ വ്യാഖ്യാന ഗ്രന്ഥമായ തൽമൂദ് പ്രസിദ്ധീകരിച്ചു. മോശയുടെ ന്യായപ്രമാണം കഴിഞ്ഞാൽ യഹൂദൻ്റെ വിശുദ്ധ ഗ്രന്ഥമായി തൽമൂദിനെ അംഗീകരിച്ചു പോരുന്നു. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ മോശയുടെ ന്യായപ്രമാണത്തിന് പകരമായി തൽമൂദാണ് പ്രചാരത്തിലായിരുന്നത്. തൽമൂദിലെ കുറവുകളെ യേശുക്രിസ്തു ചൂണ്ടിക്കാണിച്ചു. നിന്റെ ജനത്തിൻ്റെ മക്കളോട് പകവെക്കരുത്, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന് മോശയുടെ ന്യായപ്രമാണം കൽപ്പിക്കുന്നു. എന്നാൽ കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും യഹൂദ ഗുരുക്കന്മാർ അതിനെ വ്യാഖ്യാനിച്ചു. ന്യായപ്രമാണത്തിൻ്റെ ധാർമ്മികമായ ഉള്ളടക്കം യഹൂദ ശാസ്ത്രിമാരും പരീശന്മാരും ശരിയായ രീതിയിൽ ഗ്രഹിച്ചിരുന്നില്ല. ന്യായപ്രമാണത്തിൻ്റെ ധാർമ്മിക സത്തയെ അവർ കോട്ടിക്കളഞ്ഞു. യേശുക്രിസ്തുവിന് ശിഷ്യന്മാർക്കുമെതിരായി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും പ്രധാന ആരോപണം ഇവർ ന്യായപ്രമാണം അനുസരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവൃത്തിപ്പാനത്രേ ഞാൻ വന്നത്. നിവർത്തിക്കുക എന്ന വാക്കിന് പൂർത്തീകരിക്കുക, സഫലീകരിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. യേശുക്രിസ്തു ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി വന്നുവെന്നും ന്യായപ്രമാണം അനുസരിച്ച് 30 വർഷക്കാലം മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിച്ചുവെന്നും വിശുദ്ധ ബൈബിൾ പറയുന്നു. തൻ്റെ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷാവേളയിൽ യഹൂദ ശാസ്ത്രിമാരും പരീശന്മാരും പഠിപ്പിച്ചിരുന്ന തൽമൂദിലെ തെറ്റുകളെ തിരുത്തി ന്യായപ്രമാണത്തിൻ്റെ ധാർമ്മിക വ്യാഖ്യാനം തൻ്റെ ശിഷ്യന്മാരെ അവൻ പഠിപ്പിച്ചു. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്ന് യോഹന്നാനും. ഒരു പ്രവാചകൻ തൻ്റെ പൃഥു നഗരത്തിലും ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിലുമല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് യേശുക്രിസ്തുവും പറഞ്ഞിരിക്കുന്നു. ന്യായപ്രമാണവും പ്രവാചകന്മാരും എന്നുള്ളത് പഴയ നിയമ പുസ്തകത്തെ മൊത്തത്തിൽ കാണിക്കുന്ന ഒരു പ്രയോഗമാണ്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. വള്ളിയും പുള്ളിയും എബ്രായ അക്ഷരമാലയിലെ ഏറ്റവും ചെറിയ അക്ഷരങ്ങളാണ്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിലെ ഒരു ഉപദേശത്തിന് ഒരിക്കലും മാറ്റം വരത്തില്ല എന്നുള്ളതാണ് ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം. സമ്പൂർണ്ണ ദൈവവചനം ദൈവശാസ്ത്രീയമാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ ഏറ്റവും ചെറിയ കൽപ്പന പോലും പ്രാധാന്യമേറിയതാണ്. അവയിൽ ഒന്നുപോലും തള്ളിക്കളയുവാനോ അങ്ങനെ പഠിപ്പിക്കുവാനോ ദൈവമാരെയും അനുവദിക്കുന്നില്ല.
അങ്ങനെ ചെയ്യുന്നത് ദൈവസന്നിധിയിൽ ശിക്ഷാർഹമാണ്. ഈ ചെറിയ കൽപ്പനകളെ വിട്ടുകളയാതെ പഠിപ്പിക്കുന്നത് ദൈവസന്നിധിയിൽ പുകഴ്ചയ്ക്ക് കാരണമാകും. യഹൂദ ശാസ്ത്രിമാരും പരീശന്മാരും ന്യായപ്രമാണം ഉപദേശിക്കുന്ന ഗുരുക്കന്മാരാണ്. എന്നാൽ അവർ ആ പ്രമാണങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നില്ല. എന്നാൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാർ അപ്രകാരമാകരുതെന്ന് അവരെ ഉപദേശിക്കുന്നു. യേശുക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷകനായി വന്നു. ന്യായപ്രമാണത്തിൻ്റെ നിഴലുകൾ തൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിച്ച പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാകുന്നു. യേശുക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നുവെന്ന് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുവിൻ, എന്നെ അനുഗമിപ്പിൻ. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പിൻ, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ എന്ന് പൗലോസും രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്കും മാതൃകയുള്ളവരാകാം. കർത്താവ് അതിനായി നമ്മെ സഹായിക്കട്ടെ.